ഹലോ, ഞാൻ നീതു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 6:45 ഞാൻ ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ഥലം വരെ പോകാനായിട്ട് പോവാണ്. നാട്ടിലാണ് കേട്ടോ അത്. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വ്ളോഗാണിത്. ഇപ്പം നമ്മൾ ചെന്നൈയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നോ, നാട്ടിലത്തെ കുറച്ച് വ്ളോഗ്സ് പെൻഡിങ് ഉണ്ടെന്ന്. അതിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈ ചൂടും ഇവിടെ ചെന്നൈയിൽ വലിയ ചൂടുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിലേക്ക് ചെന്നപ്പോൾ നല്ല ചൂട്. അങ്ങനെ ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പം എനിക്കിങ്ങനെ കണ്ണിനൊരു ഡ്രൈനെസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ടിയർ ഡ്രോപ്സ്, അതായത് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രോപ്സ് കിട്ടുമല്ലോ, അത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വേഗം മാറിക്കോളും. ഞാൻ 3-4 ദിവസം എടുക്കും, പയ്യെ പയ്യെ മാറുള്ളൂ. വരുന്നത് പെട്ടെന്ന് വരും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത് സൂര്യോദയം കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട്. പാടത്ത് ഇങ്ങനെ ഒരു മഞ്ഞു മുടിയ പോലെയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ സമയത്തൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടാവും. പിന്നെ സന്ധ്യ ഒന്ന് മയങ്ങി കഴിയുമ്പോഴേക്കും വീണ്ടും പയ്യൊരു തണുപ്പ് വരുമായിരുന്നു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും ആരും ഇല്ല കേട്ടോ. നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. അങ്ങനെ രാവിലെ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു രസമല്ലേ. അപ്പോൾ നമ്മൾ പോകുന്നത് വൈക്കത്തേക്കാണ് കേട്ടോ. വൈക്കത്ത് കോലോത്തുംകടവിലേക്കാണ് പോകുന്നത്. മീൻ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ പോണത്. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരില്ലേ, അതൊന്നും അല്ല ഇത്. എനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. ഞാൻ ഈ കായലിൻ്റെ, അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റും കായലാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ആളാണ്. അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ഇതൊക്കെ മിസ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം ഇങ്ങോട്ട് വന്ന് ഇവിടെ കായലില്ല. പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് മാറിക്കഴിഞ്ഞപ്പം പിന്നെ കായൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ എനിക്ക് ചെറുതിലേ ഉള്ള ഓർമ്മകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും. അപ്പോൾ കാഴ്ച കാണാൻ പോകുമ്പോൾ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയായിരിക്കും അവിടെ ഞാൻ ഇതുവരെ പോയിട്ടുമില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നിറയെ മീനുകളുണ്ടാവും എന്നൊക്കെ അറിയാം. അതിപ്പോൾ കായൽ മീനായിരിക്കും, ഇപ്പോൾ കൂടുതൽ കടൽ മീനായിരിക്കും, ഒന്നും അറിയില്ല. രണ്ടും കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ നമ്മളവിടെ ചെന്നു. പെയ്യാൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് ബക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളാട്ടോ. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാമേ. കരിമീൻ വേണോ? കരിമീനുണ്ട് കേട്ടോ, കരിമീനുണ്ട്. ചേട്ടാ അവിടെ വട്ടനുണ്ടായിരുന്നു. കണ്ണിയാ? കണ്ണി 120. കണ്ണി 120. നബിയൊന്നും കേൾക്കല്ലേ ഇറക്കാം. 100 രൂപയ്ക്ക് വേണം കിലോ. വീട്ടിൽ പോയാൽ മതി കേട്ടോ. ഇപ്പം കാണിച്ച മീനില്ലേ, കണമ്പിൻ്റെ പോലത്തെ വലുത്, അതിൻ്റെ പേരാട്ടോ പാലാങ്കണ്ണി. അതിനധികം വിലയില്ലാത്ത കാര്യം അതിൻ്റെ ഉള്ളിൽ മുള്ളുണ്ടാവും കേട്ടോ. ഇങ്ങനെ വറക്കാനൊക്കെ നല്ലതാണ്. വെച്ച് കഴിഞ്ഞ് ഇത്തിരി മുള്ളുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വില കുറയാനുള്ള കാരണം. ടേസ്റ്റൊക്കെ ഉള്ള മീനാട്ടോ. ചെമ്മീൻ വാങ്ങിക്കണമല്ലോ ചേട്ടാ. അതേ അവിടെ ചെമ്മീനുണ്ട്. ചെമ്മീൻ അവിടെ ഉണ്ട്. നല്ല ചെമ്മീനാ. കായൽ ലച്ചി വേണോ, കായൽ കട്ടിലാണോ? വേണ്ട, വാങ്ങി. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീസ്റ്റ് മാതിരിയായിരുന്നു കേട്ടോ. എല്ലാ മീനും ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ കായലിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ കായലിൽ നിന്നൊന്നും എറണാകുളത്തുള്ള ആൾക്കാരൊന്നും പറയാറില്ല കേട്ടോ. കായലിൽ നിന്നൊക്കെ എനിക്ക് പറയുമ്പോൾ ഭയങ്കര ഫോമലായിട്ടുള്ള പോലെ തോന്നും. പുഴ എന്നാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പുഴയിലെ മീൻ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് പുഴയും
കായലും ഭയങ്കര വ്യത്യാസമുണ്ട്. പുഴമീൻ എന്ന് പറയുന്നതും കായൽ മീൻ എന്ന് പറയുന്നതും രണ്ടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ആ പുഴമീൻ തന്നെയാട്ടോ ഞാനിതിൽ പറയണേ, തെറ്റിദ്ധരിക്കരുതേ. അപ്പോൾ ഈ പുഴമീൻ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. എല്ലാം എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 ദിവസം, അതായത് ഇന്നിപ്പോൾ വാങ്ങിക്കണതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോവുക. അപ്പോൾ അമ്പലത്തിൽ ഉത്സവക്കാരനാണ് വരാനായിട്ട് വൈകിയത് കേട്ടോ. അപ്പോൾ പിന്നെ വെജിറ്റേറിയനൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ കണ്ട വട്ടനങ്കൊക്കെ കിടക്കണ കണ്ട, ഈ റൈറ്റ് സൈഡിൽ കിടക്കണ നങ്ക കേട്ടോ, വട്ടത്തിലുള്ള ആ നങ്കില്ലേ, ദേ ഇത് ഫേവറേറ്റ് ആട്ടോ എൻ്റെ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറി വെച്ചാലും വറുത്താലും ഒക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരിക. നച്ചറ, കൂരി, കായലിലെ കൂരി, അതായത് പുഴയിലെ കൂരിയൊക്കെ അടിപൊളിയാട്ടോ. ഇത് വരാൽ, ഇവിടെ വരാൽ എന്നാണ് പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ ബ്രാൽ എന്നാട്ടോ ഇതിനെ പറയണേ. ആ ബ്രാലിന് നല്ല ഡിസൈനൊക്കെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതിങ്ങനെ നല്ല കറുത്തിട്ടല്ലേ ഇരിക്കുക. ഇത് ഇവിടുത്തെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ എന്താണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റാണ്. വീട്ടിലമ്മ ഇത് വറക്കുള്ളൂ, അങ്ങനെ കറി വയ്ക്കാറില്ല നമ്മുടെ അവിടെയൊക്കെ ബ്രാൽ. പിലോപ്പി ഉണ്ടായിരുന്നു ഇവിടെ. കരിമീനൊക്കെ ഇങ്ങനെ കണ്ടോ, കരിമീൻ പങ്കുവെച്ച് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതും ജീവനുണ്ടില്ലാത്തതിനും, അതായത് ജീവനില്ലാത്ത കരിമീനൊന്നും അവിടെ ഇല്ല. ജീവനില്ലാത്തതിന് അത്യാവശ്യം വിലക്കുറവുണ്ട്. നല്ല മീനുകൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരാൻ വൈകിപ്പോയി എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. കാരണം ഞാൻ ഷൈച്ചേട്ടൻ ഇടയ്ക്ക് വന്ന് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഷൈച്ചേട്ടൻ എല്ലാ പുഴമീനൊന്നും ഇങ്ങനെ അറിയാൻ പാടില്ല എന്നെപ്പോലെ. ഞാനിതൊക്കെ നമ്മുടെ വീട് ഇവിടെ അടുത്തായത് കാരണം ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഞാനിത് കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതാട്ടാ നമ്മൾ വാങ്ങിച്ച മീൻ, കരിമീൻ 2 കിലോ വാങ്ങിച്ചേ. 2 കിലോ കുറച്ച് മുകളിലുണ്ടായിരുന്നു, അത്യാവശ്യം വലുതാണ്. അതിൽ ഒരെണ്ണം ഏരി കേട്ടോ. ഒരു മീൻ ഏരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആ കൂട്ടത്തിൽ വെച്ചു. ഏരി നല്ല ടേസ്റ്റുള്ള മീനാണ്. കറി വെച്ചാലും വറുത്താലും ഒക്കെ അടിപൊളിയാണ്. ഒരു വൈറ്റ് മാംസം തന്നെയാട്ടോ അതിനും. അപ്പോൾ നമ്മുടെ മീൻ വെട്ടി തുടങ്ങി. അവിടെ മീൻ വെട്ടാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചേട്ടൻ വന്ന് റെഡി ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ കൊടുത്തു. തൊട്ടപ്പുറത്ത് കായലാണ് കേട്ടോ, വൈക്കം കായലാണ് കേട്ടോ കാണുന്നത്. ഇതിനോട് ചേർന്നത് മാർക്കറ്റിൻ്റെ സൈഡിൽ കായലാണ്. അപ്പോൾ ആൾക്കാർ മീൻ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇതാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, കൊണ്ടുവന്ന് കൊടുക്കുക, അപ്പോൾ ഇവിടെ വിൽക്കുക, ആൾക്കാർ വാങ്ങിക്കുക. അങ്ങനെയാണ് കേട്ടോ സംഭവം നടന്നുകൊണ്ടിരിക്കണേ. അത് കൂടാതെ നമുക്കിങ്ങനെ ആ ഒരു കായലിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അതിങ്ങനെ ഞാൻ ശരിക്കും ആസ്വദിക്കായിരുന്നു കേട്ടോ. നമ്മൾ കൊടുത്ത മീൻ ചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ചെതമ്പലുണ്ടല്ലോ, അതിങ്ങനെ നല്ല ശരിക്കും അതിൻ്റെ ഒരു സ്കിന്നിങ്ങനെ ഒലിച്ചെടുക്കുന്ന മാതിരി ചെതമ്പലിങ്ങനെ കളയാനായിട്ട് അധികം ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് വശം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പോവും. അതിൻ്റെ ഫുൾ വൈറ്റാക്കി ഇങ്ങനെ എടുക്കാനായിട്ട് നല്ല എക്സ്പീരിയൻസ് വേണം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യും. എനിക്കിത് ചെത്താനായിട്ട് അറിയാം. ഈ കരിമീൻ ചെത്തുക എന്നാട്ടോ പറയണത് ഇങ്ങനെ. അപ്പോൾ ഞാൻ ചെത്തിയെടുക്കും, പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആവുമൊന്നുമില്ല. എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെത്തിയെടുക്കും കേട്ടോ. നേരത്തെ തന്നെ അമ്മ ഇങ്ങനെ കരിമീനൊക്കെ നമുക്ക് എപ്പോഴും കിട്ടും, വലുതും ചെറുതും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെത്തിയൊക്കെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചതാട്ടോ, എനിക്ക് അമ്മ പഠിപ്പിച്ചു തന്നാണേ. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കാര്യമായിട്ട് തേച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കും. അതല്ലാതെ തേച്ച് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭംഗിയൊന്നും കരിമീൻ ഉണ്ടാവില്ല കേട്ടോ. ആ വൈറ്റ് കളറിൽ ആ ഭാഗം മുഴുവനും ഒരുതരം പാണ്ട് പിടിച്ചോണ്ട് ഇരിക്കും. ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പം നല്ല അടിപൊളിയാക്കി ചേട്ടൻ തന്നിട്ടുണ്ട്. ഒരു മണിക്കൂറത്തെ പണിയാണ് കേട്ടോ. ഇവിടെ തലയോലപ്പറമ്പിൽ അമ്മയ്ക്ക് അങ്ങനെ ചെത്താൻ ശരിക്കും അറിയില്ല. അപ്പം ഞാനിത് കരിമീനൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടെയാണ് ചെത്തണേ. അപ്പോൾ ദാ നീർക്കാക്കേനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നീർക്കാക്കകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. നീർക്കാക്ക എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നടക്കണ ഒരു കാക്കയുടെ ഒരു രൂപമായിരിക്കുള്ളൂ, കറുത്തിട്ട്. എന്നാൽ കാക്കയുടെ അതേ ഷേപ്പല്ല, അതിനെ കേട്ടോ നീർക്കാക്ക എന്ന് പറയണേ. നിറയെ ഉണ്ട് ഇവിടെ. പിന്നെ പരുന്തുണ്ട്,
പിന്നെ കാക്കകളുണ്ട്. ഇതാണ് നീർക്കാക്ക കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇതും ഇങ്ങനെ ഇവിടെ പൊങ്ങിക്കഴിഞ്ഞാൽ കുറേ ദൂരെ ആയിരിക്കും കേട്ടോ പിന്നെ പൊങ്ങണത്. അതായത് മീനാണ് അതിൻ്റെ മെയിൻ ഭക്ഷണം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ നിറയെ വഞ്ചിയും അപ്പുറത്ത് കരയാട്ടോ ആ കാണുന്നത്. വൈക്കം കായലിൻ്റെ ഭംഗിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. നിറയെ കിളികളുണ്ട്, കൊക്കുകൾ ഒക്കെ ഉണ്ട്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ പഴയ കുറേ ഓർമ്മകളാട്ടോ. ഇങ്ങനത്തെ വഞ്ചി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടവിൽ വന്ന് വഞ്ചി അടക്കുന്നതും ഞങ്ങൾ ആ കടവിൽ കളിക്കാൻ പോകുന്നതും ഒക്കെ എനിക്ക് ഓർമ്മ വരണുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട്. ശരിക്കും എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല എണ്ണ നല്ല എണ്ണയല്ലേ, നല്ല അടിപൊളി എണ്ണ. അത് ഫസ്റ്റ് മേടിച്ച് 2 കിലോ 2-3 കിലോ മേടിക്കുമ്പോഴേക്ക് കളസിൻ്റെ പൊക്കത്തിൽ ഉണക്കിയാലുണ്ടല്ല നല്ല സൂപ്പറൊക്കെ. നമ്മൾ പൊക്കത്തിൽ ഉണക്കിയാൽ മതി. അതൊന്ന് ചമ്മന്തിയാണെങ്കിൽ നല്ല രസമാണ്. ഇപ്പം ചേട്ടൻ നന്നാക്കുന്ന മീനാണ് ഏരിട്ടാ. ഈ ഏരി നല്ല മീനാണേ. ഇത് പുഴമീനാണ്, അതായത് കായൽ മീനാണ്. കടലിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ടേസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. നല്ല വൈറ്റ് മാംസം തന്നെയാണ്. കറി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. വറുത്താലും 1-2 മെച്ചം തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒന്നും അങ്ങനെ കിട്ടാത്ത മീനാട്ടോ. ഇപ്പം ഞങ്ങൾ തിരിഞ്ഞ് വാങ്ങിച്ചതൊന്നുമല്ല. അതിൽ ആ ഒരു പങ്ക് വെച്ചതിൽ ഇതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാട്ടോ. തിരിഞ്ഞ് വാങ്ങിക്കാനൊന്നും ശരിക്കും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ മീനൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കായിരുന്നു നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊന്നും പറ്റിയില്ല. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നേരത്തെ തന്നെ പോവും. അപ്പോൾ എനിക്ക് അതൊക്കെ കാണണമെന്നുണ്ട്. പറ്റിയ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ നാട്ടിൽ പോകുമ്പോൾ വീഡിയോസ് ഇടാം കേട്ടോ. അങ്ങനെ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാട്ടിൽ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാം. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ്, അതായത് ഇങ്ങനെയൊക്കെയുള്ള, അതായത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ടായിരിക്കും ഞാനിങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണും കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. അതുമല്ല, ഒരു ഫിഷ് മാർക്കറ്റിൽ പോകാനൊരു ചാൻസ് കിട്ടി ഞാൻ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും കേട്ടോ. എനിക്കിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചേക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ആ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. ഇനി റെഡിയായി. അപ്പോൾ എന്ത് അടിപൊളിയായിട്ട് ചേട്ടൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരണേന്നാ. നമ്മളിത് എത്ര മണിക്കൂർ ഇരുന്ന് ചെയ്യുന്ന. എനിക്ക് മീൻ നന്നാക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. മീൻ പയ്യൊക്കെ ഞാൻ നന്നാക്കി എടുക്കുകയുള്ളൂ. നമുക്കങ്ങനെ എന്താ പറയുക, എപ്പോഴും നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇതൊന്നും. ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പം ഞാൻ ഇവിടുന്ന് ചെന്നൈയിലൊക്കെ വെച്ച് വാങ്ങിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ എനിക്ക് നാട്ടിൽ വെച്ചൊന്നും വലിയ പരിചയമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അറിവിന് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ശ്രമിച്ചാലല്ലേ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുള്ളൂ.
കഴിക്കാൻ. ഇപ്പം കണ്ടത് കുഞ്ഞ് കണമ്പാണ് കേട്ടോ. അതിന് ജീവനൊന്നുമില്ല. പിന്നെ പിലോപ്പി, കുറേ മീനുകളുണ്ടായിരുന്നു. എവിടെ തിരിഞ്ഞാലും മീനായിരുന്നു. ഒരു ഭാഗത്ത് മുഴുവനും പുഴയിൽ നിന്ന് ഈ കായലിൽ നിന്ന് പിടിക്കണ മീൻ, ജീവനുള്ളതും. അതായത് ഇങ്ങനെ ഒരു സെക്ഷനായിട്ട് അവർ വെച്ചേക്കണേ. നല്ല പെടക്കണത്, അതൊന്ന് ചത്തിട്ടൊന്ന് മാറ്റി വെച്ചേക്കണത്, അങ്ങനെ ഒരു ഇത്. അപ്പം വിലയും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പങ്കായിട്ട് വെച്ചിട്ട് അവർ പറയാണ് ഇത്ര രൂപ എന്ന്. അങ്ങനെ ഒരു ലേലം വിളിക്കുകയൊന്നുമല്ല, അല്ലാതെ. അപ്പോൾ നമുക്ക് നമ്മുടെ പറ്റണ വിലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങളങ്ങനെ കരിമീനും വാങ്ങിച്ചു, ചെമ്മീനും വാങ്ങിച്ചു കേട്ടോ. നല്ല കൂരി. ഇത് കരിമീൻ ജീവനുള്ളതല്ല, അപ്പോൾ അത് കാരണം അപ്പുറത്ത് കിടക്കുന്ന കരിമീൻ വില കുറവാട്ടോ. ഇത് നല്ല കൂരിയാണ്, വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അത് ഈ ചെമ്മീനാട്ടോ നമ്മൾ വാങ്ങിച്ചത്. നല്ല ചെമ്മീനായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഇത്രയുള്ള ചെമ്മീനാണ് നമുക്കിങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഉലത്തിയെടുക്കൂലേ, അപ്പോൾ അടിപൊളിയാണ്. ഈ അച്ചിങ്ങയില്ലേ, പയർ, അതൊലത്തിയതും ഒക്കെ ചെമ്മീനിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ വലിയ ബ്രാലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിത് മീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ മീൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുമല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരുപാട് ദിവസമൊന്നും മീൻ വെച്ച് കൂട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ മനസ്സോടെ പോവാം കേട്ടോ. കൊണ്ടക്കോളാൻ അവിടെ ഉണ്ടല്ലോ ചേട്ടാ. ഈ ഉണക്കമുള്ളൻ വേണോ നമുക്ക് കൊണ്ടുപോകാനായിട്ട്? ഉണക്കമുള്ളൻ അത് ഇത്തിരി വാങ്ങിച്ചോ ചേട്ടാ, അങ്ങനെ കിട്ടൂല ഉണക്കമുള്ളൻ. ചേച്ചി ഈ മുള്ളൻ എന്ത് വിലയാ? മുള്ളൻ കാട്ടില് 70 രൂപയുള്ളൂ. പിന്നെ ഞങ്ങൾ ഉണക്കണ മുള്ളനാണ് ഇത്. ഞങ്ങൾ പച്ചയെടുത്ത് വരണതല്ലല്ല, ഓതിയില്ല മീനൊക്കെ കെട്ടി ഞങ്ങളുടെ ഉണക്കണ മീന ഞങ്ങൾ ഇവിടെ നിന്ന് പച്ചയെടുത്തു. ഇത് ഇരുന്നോളൂല്ലേ കുറച്ച്? ഇത് ഇതെന്ത് മീന? കുട്ടനാ? അത് കുട്ടൻ. ഇതൊക്കെ ഞാൻ തന്നെ കീറി ഉണക്കണതാണ്. അതാണ് പറഞ്ഞത്. ഇതേ കടവരാൽ ഇന്നിപ്പോ കഴുകി ഉണക്കണം. ഇരിപ്പുണ്ട് അവിടെ പച്ച വെച്ചിട്ട്. എന്നാ വേണ്ടത്? ഈ മുള്ളൻ എന്ത് വില? കാക്കില് 70 രൂപ. ഇതാ കുട്ടനാ? അത് 60. കൂട്ടണ ഇതാ സൂചിക്കൊഴുവ? അത് 100-50. 100-50. 100 ഗ്രാമിന് 50. ഇതാണ് 70 രൂപ. കണ്ട എടുക്കട്ടെ. കുറച്ച് മതി വേണം. അത് വേണോ? അത് നല്ല രുചിയാ കുട്ടന്. ഈ വറുത്ത ചേച്ചി 1/4 കിലോ ഒന്നും ഇവിടെ അമ്മയ്ക്കും കൊടുക്കാം. കൊഴുവ വേണ്ട, തന്തം കൊണ്ടോണ്ടല്ലോ നമ്മള്. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പിടക്കേടോ. മതി ചേച്ചി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഞാൻ ഉണക്കമീൻ വാങ്ങിക്കണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ലത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല മീനായിരുന്നു, പച്ച മീനാട്ടോ ഉണങ്ങിയത് കിട്ടിയത്. അത് നമുക്ക് ഈ കടകളിൽ നിന്നൊന്നും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഉണക്കമീൻ ഞാൻ വാങ്ങിക്കലില്ല. നാട്ടിൽ നിന്ന് നല്ലത് കിട്ടിയാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഫ്രഷ് മീനൊക്കെ കിട്ടുന്നത് വിരളമാണ്. അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ ഇതൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ സൈഡിൽ വെച്ചിരിക്കുന്നതൊക്കെ കുറേയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളില്ലേ, ഇങ്ങനെ ജൈവ പച്ചക്കറികൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് പോവാം. നല്ലൊരു സ്ഥലം. അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും ഇവിടെ പിറ്റേ ദിവസം തന്നെ വന്നെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചുകൊണ്ടാട്ടോ പോണത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാഴ്ചയൊന്നും കണ്ട് എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞെങ്കിലും എനിക്ക് വിട്ടുപോകാനായിട്ട് എനിക്ക് ഒട്ടും മനസ്സ് വരണില്ല കേട്ടോ. ഞാനെന്നാലും ഇങ്ങനെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ വാങ്ങിച്ച് വെട്ടി ബക്കറ്റിലാക്കിയേക്കല്ലേ. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോയി കറിയൊക്കെ വെച്ച് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇനിയും വരാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും വരും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.